ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ സൗഹൃദ ചായ, ഈ സൗഹൃദ ചായ എന്ന് പറഞ്ഞാൽ നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാട്ടിൽ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വിടുന്ന വീഡിയോ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ വിട്ടിട്ടുണ്ട്, അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ഇത് വിടുന്നത്. അപ്പം ഓരോ ആൾക്കാർക്കും അവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇവിടെ ഈ ഒരു അവസരം ഒരുക്കി വെച്ചത്. എല്ലാവരും ഒത്തുകൂടിയിട്ട് പഴയകാല ചരിത്രങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് കർഷകമാൻ ദീർഘായുഷ്മാരോഗ്യം ഇതിനൊരു മാതൃക നമുക്ക് ഞാൻ രണ്ടു വാക്ക് നമ്മൾ ഇത് സംസാരിച്ചിട്ടുള്ളൊരു പരിചയമില്ല, അതുകൊണ്ട് ഞാൻ രണ്ടു വാക്കിൽ ഇതിനൊരു മാതൃകയായിട്ട് ഞാൻ കാണുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനാണ്. ഒരു മനുഷ്യ ജീവൻ കൊലക്കത്തിക്ക് വാളിനിരയായ സമയത്ത് നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു കൊടുത്ത ആ അറിവും കഴിവും ഉപയോഗിച്ച് ആ പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനും ആയിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഇത് സംഘടിപ്പിച്ചത് അങ്ങേയറ്റം അഭിനന്ദനമുണ്ട്. ആ ഒറ്റ ഇടപെടൽ രാജ്യത്തിൻ്റെ ഭരണകൂടം പരാജയപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അഭിനന്ദന അത് സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയല്ല. അങ്ങനത്തെ ഘട്ടത്തിൽ ഇടപെട്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സംഘടിച്ചത് അമ്പിച്ചോ പരിപൂർണ വിജയം ഉപാസനം നൽകട്ടെ. ഇനിയും ഇത്തരം സംഘടന പരിപാടി എല്ലാ വക ഒരുമിച്ച് കൂട്ടി എല്ലാ സൗഹൃദ സംഘടനകളും എല്ലാ ജീവകാരുണ്യ പ്രവർത്തനം നടത്താനുള്ള കൂട്ടായ്മ ഇവർക്ക് നടത്താനാവതും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ, ഈ ഒരു കൂട്ടായ്മ ഏത് കാര്യത്തിന് എപ്പോഴും ഓടി ജാതി മത രാഷ്ട്രീയ മത ഭേദമന്യേ എപ്പോഴും കൂടുന്ന ആൾക്കാരാണ്. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കൂട്ടായ്മ വിളിച്ചാൽ വിരലുണ്ടാവുന്ന ആ സംഘടന ആരാണോ വിളിക്കണ വെച്ചാൽ ഓന്റെ മതോ അല്ലെങ്കിൽ ഓന്റെ സംഘടന അല്ലെങ്കിൽ ഓന്റെ രാഷ്ട്രീയം നോക്കിയിട്ട് അതിന് നാലാളുകാർ ഇരിക്കണ പല ഏരിയകളും നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഓത്തുപള്ളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യമില്ല. കാരണം എന്തൊരു ആവശ്യം ഉണ്ടാകണമെങ്കിലും നമ്മൾ എപ്പോഴും അവിടെ ജാതിയോ മതം ഒരുത്ത വീട് കിടന്നാൽ ഓനെ കൊണ്ടുപോയാൽ എനിക്ക് ചെണ്ടിന്റെ അനിയം എന്നുള്ള ഇവിടെ കിടന്നപ്പോൾ ഒന്നുമില്ലാത്തൊരു വ്യക്തി, ഞാൻ വ്യക്തിയുടെ പേര് പറയില്ല, ഒരു 2000 റുപ്യ ആംബുലൻസിക്ക് എറിഞ്ഞിട്ടിട്ട് പൈസ അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങലി എറിഞ്ഞിട്ട് അത്ര സഹായിക്കുന്ന ഒരു ഏരിയ നമുക്ക്. അതിൻ്റെ ഒരു അനുഭവത്തിൽ മിഞ്ഞാന്ന് കാലങ്ങളിൽ നടന്ന സംഭവമാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടു മുമ്പത്തിനായിട്ട് അപേക്ഷിച്ച് ഇത് വളരെ മോശമാണ്. വെറുതെ പറയാം, അങ്ങനെയല്ലേ ഇന്നത്തെ കാലത്ത് എന്തൊരു കുറ്റം പറയാം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ മറ്റോ മറിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ചില പ്രശ്നം കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മളെ നാടറിയും. അല്ലാത്ത വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ മറ്റു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ നമ്മളെ പ്രവചന പോലത്തെ സുന്ദരമായ നാടുപാട് അടുത്തുകൂടിയില്ല. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെ ചന്ദ്രൻ ഒരു പിതാവ് കാശ് കൊടുത്ത 500 റുപ്യക്ക് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ഇപ്പൊ ഈ വർഷം ഒരു മാസം മുമ്പ് വരെ 500 റുപ്യക്ക് വാങ്ങി അതിലുള്ള ചക്ക അവൻ പറിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 25 വീട്ടുകാർക്ക് ചക്ക ഓരോന്ന് ഓൻ്റെ തറവാട് ചക്കല്ല, ഓൻ വാങ്ങിയതാണ് ഒരു പ്ലാവിലെ ചക്ക. എന്നിട്ട് 25 വീട്ടുകാർക്ക് ഓൻ പറിച്ച് വലിയ തോട്ടിൽ നിന്ന് പറിച്ച് അത് 2-3 പ്രാവശ്യം പേര് പയത്തു തിന്ന ആളാണ് ഞാൻ. അങ്ങനെ ചക്ക പടച്ച് അവസാനം ഒരാഴ്ചയായിട്ടുള്ളൂ അവസാനത്തെ ചക്ക പോലത്തത് പറിച്ചുകൂടെ വീട് വെച്ച് കൊടുക്കുന്നത്. അത്രയും സ്നേഹവും സൗഹൃദമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. മുമ്പൊക്കെ എൻ്റെ അമ്മയും വലിയമ്മയൊക്കെ പറഞ്ഞേക്കാം വെറുതെയും പട്ടിണിക്കുള്ള കാലത്ത് ഏതോ തറവാടിന്റെ പേരും അറിയില്ല, അവിടുത്തെ ഒരു ചക്ക കിട്ടണമെങ്കിൽ നേരം വീണാൾ ഓളും വെള്ളം മുക്കി ഓൾക്ക് വിറകുണ്ടാക്കി കൊടുത്താൽ പോരുമ്പോൾ ആ വിലാമെന്ന് ഒരു ചക്ക വെച്ചുകൂടിയാണ്. ഇന്ന് അങ്ങനെയല്ല, ചക്ക മാങ്ങ ഉദാഹരണം ഈ ചന്ദ്രനെ എടുത്ത് പറയാൻ കാരണം ഇന്ന് നടന്ന സംഭവമായിട്ട് പറയാണ്. അപ്പൊ നമ്മൾ ഈ നാട്ടിൽ ഇതുപോലത്തെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് തന്നെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ മതസംഘടന പല വിഭാഗത്തിലുള്ള ആളുകൾ
നമ്മൾ ഈ ഏരിയയിൽ റൗണ്ട് തന്നെ ഉണ്ട്, പല രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഒത്തൊരുമിച്ച് ഇന്നത്തെ കാലത്ത് ഒന്നും കൂടി വോട്ട് ഉറപ്പിക്കാൻ പറ്റിയ ഒരു സംരംഭമായി ഇതിന് ഉദ്ദേശിച്ച സംഘടനത്തിന്റെ എല്ലാ വാഹും നിന്നുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇന്നത്തെ ഇവിടെ അവസാനിക്കാട്ടോ. പണ്ട് നിങ്ങൾ ഓരോരുത്തർ വന്നിട്ട് ആ ഒരു സന്തോഷം പങ്കിട്ടാണ് നമ്മൾ ആ ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ വന്നിട്ട് ചായ കുടിക്കുന്നു. നമ്മളെ സംഘാടകർ ഇവിടെ നമ്മളെ ആ വേദി എല്ലാം ക്ലിയറാക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പരിപാടി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ഇതേപോലത്തെ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.